ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ജീവിതത്തിൽ എപ്പോഴും പരാജയങ്ങളുണ്ടാകുന്ന ഏത് കാര്യം ചെയ്താലും പരാജയപ്പെട്ടു പോകുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി, ഒരു മകനു വേണ്ടി ഞാൻ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ നിങ്ങളുടെ എല്ലാ അവസ്ഥയെയും, പരാജയപ്പെടുന്ന നിങ്ങളുടെ ബിസിനസ്സിനെ, തൊഴിലിൽ പുരോഗതിയില്ലാത്ത നിങ്ങളുടെ അവസ്ഥയെ, വരുമാന മാർഗങ്ങളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ, ആരോഗ്യ തകർച്ചകളെ എല്ലാം ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നത്, കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ്റെ പ്രത്യാശ കർത്താവാണ്. അവൻ ജലതീരത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ആയിരിക്കും. അവൻ ഭയപ്പെടുകയില്ല, അവൻ ഫലം കായ്ക്കാതിരിക്കുകയില്ല എന്ന തിരുവചനം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ച് അവിടുത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് പരാജയം അതൊരു വിജയത്തിൻ്റെ മുന്നോടിയായി തന്നെ മാറും. ഈ പ്രഭാതത്തിൽ നമ്മുടെ പരാജയപ്പെട്ട മേഖലകളെ, നമ്മുടെ മക്കളുടെ പരാജയങ്ങളെ, ജീവിത പങ്കാളിയുടെ പരാജയങ്ങളെ, തകർച്ചകളെ, അസ്വസ്ഥതയെ എല്ലാം സമർപ്പിച്ച് ഇന്ന് ഒരു പുതിയ തുടക്കത്തിനു വേണ്ടി, വിജയത്തിൻ്റെ തുടക്കത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരം പിടിച്ച് നാം ഇന്നത്തെ ദിവസം തുടങ്ങാം. ഒരിക്കലും പരാജയപ്പെടുകയില്ല. കർത്താവ് നിങ്ങൾക്ക് വിജയം നൽകി ഇന്ന് അനുഗ്രഹിക്കും. വിശ്വാസത്തോടെ ഇന്നത്തെ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 7-8 വാക്യങ്ങൾ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പുതിയ പ്രഭാതത്തിൽ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ജീവനും ശ്വാസവും പ്രത്യാശയും ആരോഗ്യവും എല്ലാത്തിനും അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ നല്ലൊരു വിശ്രമം നൽകിയതിനു വേണ്ടി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് പ്രത്യേകമായി എപ്പോഴും പരാജയങ്ങൾ മാത്രം നേരിടേണ്ടി വരുന്ന ഒരു മകനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എത്ര ശ്രമിച്ചാലും വിജയിക്കാനാകുന്നില്ല എന്ന വേദനയിൽ അവൻ ജീവിക്കുന്നു. നിരാശയും ഭയവും ആത്മവിശ്വാസക്കുറവും അവൻ്റെ മനസ്സിനെ തകർത്തിരിക്കുന്നു. എന്നാൽ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഈ മകൻ്റെ ജീവിതത്തിലെ തുടർച്ചയായ പരാജയങ്ങളുടെ ചങ്ങല ഇന്ന് അങ്ങ് പൊട്ടിച്ചു കളയണമേ. പരാജയത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് ഈ മകനെ നീ വീണ്ടെടുക്കണമേ. കർത്താവേ, പരാജയത്തിനുള്ള കാരണങ്ങൾ ഇന്ന് ഈ മകന് നീ വെളിപ്പെടുത്തി കൊടുക്കണമേ. ഈ പ്രാർത്ഥനയിലൂടെ നീ അവൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ച് പരാജയത്തിൻ്റെ കാരണങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കണമേ. കർത്താവേ, പ്രത്യേകമായി മാതാപിതാക്കളുമായുള്ള ഈ മകൻ്റെ ബന്ധത്തെ നീ ശക്തിപ്പെടുത്തണമേ. ഏതെങ്കിലും കാരണത്താൽ മാതാപിതാക്കളുമായി ഈ മകൻ്റെ ബന്ധം തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന്ന് നിന്റെ പരിശുദ്ധ സാന്നിധ്യത്താൽ, നിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ആ ബന്ധം വീണ്ടും പടുത്തുയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മകൻ്റെ ചിന്തകളെ നീ പുതുക്കിപ്പണിയണമേ. ഞാൻ പരാജിതനാണ് എന്ന ഓരോ നുണയും അങ്ങയുടെ സത്യത്താൽ മാറ്റണമേ. ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന അങ്ങയുടെ വാഗ്ദാനം അവൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ ഇപ്പോൾ പതിപ്പിക്കണമേ. കർത്താവേ, അവൻ്റെ പഠനത്തിലും ജോലിയിലും പരീക്ഷകളിലും ബിസിനസ്സിലും ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളിലും അങ്ങയുടെ ജ്ഞാനവും വിവേകവും കൃപയും പകർന്നു നൽകണമേ. അടഞ്ഞിരിക്കുന്ന എല്ലാ നല്ല വാതിലുകളും
അങ്ങയുടെ സമയത്ത് ഈ മകനായി തുറന്നു കൊടുക്കണമേ. ആരാലും തടയാൻ കഴിയാത്ത അനുഗ്രഹത്തിൻ്റെ വഴി അവനു വേണ്ടി ഒരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരാജയങ്ങൾ കാരണം അവനെ പരിഹസിച്ചവരുടെ മുന്നിൽ അവനെ ഉയർത്തണമേ. കണ്ണീരോടെ വിതച്ചവൻ സന്തോഷത്തോടെ കൊയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നല്ലോ. ഇന്നു മുതൽ അവൻ്റെ ജീവിതത്തിൽ വിജയത്തിൻ്റെ പുതിയ അധ്യായം ആരംഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവൻ്റെ ആത്മവിശ്വാസം പുനഃസ്ഥാപിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ മകന് ധൈര്യവും സ്ഥിരോത്സാഹവും നിറയ്ക്കണമേ. കർത്താവേ, ദുഷ്ടൻ്റെ എല്ലാ നിരുത്സാഹപ്പെടുത്തലുകളും തകർത്ത് കളഞ്ഞ് മടിയും ഭയവും ആശയക്കുഴപ്പവും മാറ്റി പരിശ്രമിക്കാനുള്ള മനസ്സും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള വിവേകവും നൽകണമേ. എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കാനുള്ള പ്രവണത ഈ മകനിൽ നിന്ന് എടുത്തു മാറ്റണമേ. അങ്ങ് ആരംഭിച്ച നല്ല പ്രവൃത്തി പൂർത്തിയാക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ മകൻ്റെ കുടുംബത്തെയും മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമേ. അവനെക്കുറിച്ച് കരയുന്ന മാതാപിതാക്കളുടെ കണ്ണുനീർ നീ ഒപ്പിയെടുത്ത് സന്തോഷത്തിൻ്റെ അശ്രുക്കൾ വീഴുന്നതിന് നീ ഇടയാക്കണമേ. അവരുടെ വീട്ടിൽ സമാധാനവും പ്രത്യാശയും ഈ സമയം ഈ പ്രാർത്ഥനയിലൂടെ നിറയ്ക്കണമേ. സാമ്പത്തിക അനുഗ്രഹവും നല്ല ആരോഗ്യവും കുടുംബ ഐക്യവും സമാധാനവും നൽകി ഇന്ന് ഈ മകനെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കണമേ. ഇന്ന് ആരംഭിക്കുന്ന ഈ പുതിയ ദിവസം അവനു വേണ്ടി ഒരു പുതിയ തുടക്കത്തിൻ്റെ ദിവസമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയം ജീവിതത്തിൽ എപ്പോഴും പരാജയങ്ങൾ ഉണ്ടാകുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിൻ്റെ ദിവസമാകട്ടെ. ഇന്ന് ഈ മക്കളുടെ മേൽ നീ കരുണ തോന്നി ഓരോ കാര്യത്തിലും വിജയം നൽകി പരാജയത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് ഇവരെ പൂർണ്ണമായി വിടുവിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നലെ വരെ ഉണ്ടായിരുന്ന പരാജയങ്ങൾ നാളത്തെ സാക്ഷ്യങ്ങളായി മാറാൻ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപ ഈ മകൻ്റെ മുന്നിൽ നടക്കുകയും വിജയം അവനെ പിന്തുടരുകയും ചെയ്യട്ടെ. കർത്താവേ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളെല്ലാവരും ആറ്റുതീരത്ത് തട്ട മരം പോലെ, വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്ന വൃക്ഷം പോലെ, ഒരിക്കലും ഭയപ്പെടാത്ത, വേനൽക്കാലത്തെ ഭയപ്പെടാത്ത, വരൾച്ചയുടെ കാലത്തും ഉത്കണ്ഠകളില്ലാത്ത വൃക്ഷം പോലെ കർത്താവിൻ്റെ സ്നേഹത്തിൽ വേരൂന്നിയിരിക്കുന്ന ഞങ്ങളിൽ നിന്ന് എല്ലാ ഫലരഹിതമായ കാര്യങ്ങളും പരാജയഭീതിയും എടുത്തുമാറ്റി ഫലപ്രദമായ കാര്യങ്ങൾ ജീവിതം ഫലദായകമാകുന്നതിനും എപ്പോഴും ദൈവത്തിൽ വിജയം വരിക്കുന്നതിനും ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. അവരിൽ നിന്നെല്ലാം പരാജയങ്ങൾ വിട്ടുപോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന, ഇത് ഷെയർ ചെയ്യുന്ന എല്ലാവരിൽ നിന്നും പരാജയം എന്നേക്കുമായി വിട്ടുപോകട്ടെ. പരാജയത്തിൻ്റെ ദുരാത്മാവ് എന്നെ കേൾക്കുന്ന ഈ മക്കളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുപോകട്ടെ. പരാജയത്തിൻ്റെ ദുരാത്മാവ് ഈ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ, ഈ ദേശത്തു നിന്ന് വിട്ടുപോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവേ, നിന്റെ വിജയത്തിൻ്റെ ആത്മാവിനെ നൽകി ഈ മക്കളെ എല്ലാ കാര്യങ്ങളിലും വിജയിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. വിജയം കർത്താവിൽ നിന്ന് വരുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഇന്നു മുതൽ വിജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ, വിജയകരമായ ബിസിനസ് നടത്തുവാൻ, വിജയകരമായി ജോലി ചെയ്യുവാൻ, വിജയകരമായി പഠനത്തിൽ ഉയരാൻ എല്ലാം നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആരോഗ്യപ്രദമായ ഒരു ജീവിതം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഞങ്ങൾക്കെല്ലാം സൗഖ്യവും സമാധാനവും നൽകി എല്ലാ പരാജയത്തിൻ്റെ കെട്ടുകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ച് വിജയശ്രീലാളിതരായി ദൈവത്തിൻ്റെ സാക്ഷികളായി മാറാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്നും എന്നും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിജയം നൽകുന്ന നാഥ, അങ്ങയ്ക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ.
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുത്, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം സകല പരാജയഭീതിയിൽ നിന്നും നിന്നെ സുഖപ്പെടുത്തി വിടുവിച്ച് വിജയത്തിൽ എത്തിക്കട്ടെ. മാതാപിതാക്കളും ഗുരുക്കന്മാരുമായുള്ള ബന്ധത്തിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് പറഞ്ഞ് അവരുമായി രമ്യതപ്പെടുക. എല്ലാ പരാജയങ്ങളിൽ നിന്നും കർത്താവിൻ്റെ ശക്തമായ കരം നിന്നെ വിജയത്തിലെത്തിക്കും, നിന്നെ വീണ്ടെടുക്കും, നിനക്ക് വിജയം നൽകും, നിനക്ക് ജീവിത വിജയമുണ്ടാകും. മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം എപ്പോഴും നിന്നെ വിജയത്തിലെത്തിക്കും. ദൈവകൽപ്പനയുടെ പാലന എപ്പോഴും നിന്നെ വിജയത്തിലെത്തിക്കും. വിശ്വസിക്കുക. ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുകയും മറ്റുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് എന്ത് ചെയ്താലും പരാജയം അനുഭവിക്കുന്ന ആരെയെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ ഈ പ്രാർത്ഥന അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. കർത്താവിൻ്റെ കൃപ നിങ്ങൾക്ക് ധാരാളമായി ഉണ്ടാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഷെയർ ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.